അപ്പോൾ ബിരിയാണിയുടെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ദം ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിരിയാണി പരിപാടിയാണ്. അപ്പോൾ ഇത് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് നോക്കിക്കുക. ഞാനിത് നമ്മുടെ ഇക്കായും കൂടെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കാര്യങ്ങളൊക്കെ കഴിയട്ടെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത് മാങ്ങ അച്ചാറിടാൻ വേണ്ടി മാങ്ങ കഴിക്കണം. താജിക്ക് അവിടെ ഒരു സവാള ഇരിക്കുകയാണ്. നമുക്ക് നെടുമുടിയിലാണ് ഇന്ന് വർക്കുള്ളത്. അപ്പം ഇത് ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഡീറ്റെയിൽസും താജിക്കയുടെ നമ്പറൊക്കെ ഞാൻ അടിയിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നോക്കിയെത്താം. ഇതാണ് നമ്മുടെ താജിക്ക. കണ്ടോ? ചേട്ടാ മണ്ണെണ്ണ എത്തിച്ചേക്കേ. സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് സവാള കഴിഞ്ഞിട്ട് അപ്പോഴേ നമ്മളിത് ഇതിനകത്തോട്ട് ഡാൽഡൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഫോണും ഈ പണിയെല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് വീഡിയോ എടുക്കണം. ഇനി തീ കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി പണിയാണ്. ഇന്ന് ഓട്ടോ ഇല്ല. അപ്പം നമ്മൾ നെടുമുടിയിലാണുള്ളത്. അപ്പോൾ നാളെ എന്തോ ഇവിടെ മാമോദീസ് അങ്ങനത്തെ എന്താ പരിപാടിയൊക്കെയാണ്. ഹൗസ് ബോട്ടിൽ വെച്ചാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്തൊക്കെ പരിപാടിയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ചോറും അതേപോലെ തന്നെ കോവയ്ക്കാത്തോരൻ മുളക് കറിയൊക്കെ കൊണ്ടുപോകും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നല്ല മുളകരച്ച അയിലക്കറിയും കോവയ്ക്കാത്തോരനും ചോറും കൂടെ കഴിക്കുക. കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. തീ കൊടുക്കാൻ വേണ്ടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സവാള നല്ലതുപോലെ മുരിഞ്ഞൊരുകയാണ്. സവാള മുരിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടി. നല്ലതുപോലെ അരിഞ്ഞ് വരിക. അപ്പോൾ നമ്മൾ അച്ചാറിടാൻ വേണ്ടി നല്ലെണ്ണ അല്ലേ, അച്ചാറിടാൻ വേണ്ടി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തീയൊക്കെ കൊടുത്തിട്ടുണ്ട്. മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇവിടെ അച്ചാർ സെറ്റാകുന്ന സമയത്ത് നമുക്കവിടെ സവാള വരിയുന്നുണ്ട്. കടുകിടുകയാണ് അച്ചാറിടാൻ വേണ്ടി, അല്ല ഉലുവ. അതേപോലെ അതിന് ഇഞ്ചി വെളുത്തുള്ളി നല്ല അടിപൊളി കറിവേപ്പില ഇടുന്നു. സവാള പൊരിച്ചു കോരിയതാണ്. ഈന്തപ്പഴവും മാങ്ങയും കൂടെ മിക്സിങ് ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഇത് നമ്മൾ മാങ്ങ ഇടുകയാണ്. ഈത്തപ്പഴം മാങ്ങ മിക്സ് അച്ചാറാണ്. കണ്ടോ? നല്ല അടിപൊളി മൂത്ത മാങ്ങ. നല്ല അടിപൊളി മാങ്ങ അച്ചാർ കോരി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അത് അണ്ടിപ്പരിപ്പും കിസ്മിസ്. ഇനി തേങ്ങ പൊരിച്ച് വരുവാണ്. അച്ചാറൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ചൂടിൻ്റെ ഇടക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. നമ്മൾ ചിക്കനൊക്കെ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഇനി പൊരിക്കാൻ പോവാണ്. ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ നമ്മൾ ഒതുക്കി വെച്ചിട്ട് നേരെ ഒരു ചായക്കടയിലോട്ട് വന്നതാണ്. ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളാ നെടുമുടി തന്നെയുള്ളൊരു ചായക്കടയാണ്. മുട്ട ബജ്ജി, മുളക് ബജ്ജി എല്ലാ ഐറ്റംസും ഉള്ളൊരു കടയാണ്. നമ്മൾ മുളക് ബജ്ജി ഒരു സെറ്റും മേടിച്ച് ചായയും കുടിച്ച് കാരണം ഒന്ന് റിഫ്രഷായി. എന്നിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ ബിരിയാണിയുടെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നല്ലോ, അങ്ങോട്ട് പോവുകയാണ്. ഇന്നലത്തെ പരിപാടിയുടെ ബാക്കിയാണ്, ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പം നേരെ നമ്മൾ നെടുമുടിയിലോട്ട് തന്നെ പോവുകയാണ് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അവിടെ പോയിട്ട് കാണിച്ചു തരാം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാത്രി ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകട്ടെ. നമ്മുടെ മൈലാളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകണേ. ഞാൻ അയക്കാനേ പൊക്കി നേരെ നെടുമുടിയിലോട്ട്.
അപ്പോൾ അതേ രാവിലെ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ താജിക്ക് ഇവിടെ തക്കാളി അരിയുകയാണ്. ഈ കച്ചമ്പറിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മസാലക്കും വേണം, അതൊക്കെ സെറ്റ് ചെയ്യുകയാണ്. കണ്ട പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബിരിയാണിയുടെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ദം ചെയ്യാൻ വേണ്ടി പോകണം. മാവ് ചുറ്റുമാണ്. പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബിരിയാണി പരിപാടി കഴിഞ്ഞിട്ട് പൊറോട്ടയും ചിക്കനും മിക്കവിടെ കഴിക്കുന്നു. ദം ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ ഒതുക്കും. നമ്മളാ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഹൗസ് ബോട്ടിൽ വെച്ചാണല്ലോ പരിപാടിക്കുക. ഹൗസ് ബോട്ട് പരിപാടിയാണ്. അവിടെ ബോട്ടിലാണ് തന്നെ സെർവ് ചെയ്യണം. അവർ ആൾക്കാർ നമ്മൾ ചെമ്പിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കണം. അവർ സെർവ് ചെയ്തോളും. അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കച്ചമ്പറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചാറ് കച്ചമ്പർ ബിരിയാണി എല്ലാം റെഡിയാണ്. ഇനി വിളമ്പുമ്പോൾ കാണിക്കാല്ലേ, പൊട്ടിക്കുമ്പോൾ കാണിക്കാല്ലേ. ഇനി പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കുർബാനയാണ്. അപ്പം അവിടെ ഏരിയയിൽ പിന്നെ ഓഡിറ്റോറിയം ഒന്നും കിട്ടാത്തത് കൊണ്ട് ഹൗസ് ബോട്ടിൽ വെച്ചാണ് പരിപാടി. അപ്പം വേറൊരു വൈബാണ് കേട്ടോ ഈ ഹൗസ് ബോട്ടിലൊക്കെ വെച്ച് വരെ ഫങ്ഷൻസ് നടത്തുന്നത്. കണ്ട നെടുമുടി ഏരിയയാണ്. അപ്പം നമ്മൾ ഈ ബോട്ടിനകത്ത് ഇരുന്നിട്ട് ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് കായലിൻ്റെ സൈഡാണ് കേട്ടോ, നടക്കൊന്നുമില്ല. കായലിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിട്ടാണ് പരിപാടി. കായലിൽ ഇങ്ങനെ ഒരേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് അടിക്കാം. വേറൊരു മൂടാണ് എന്തായാലും. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഗിയർ നമ്മൾ പിന്നെ ഇവിടെ പരിപാടിക്ക് പോയാലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അവിടുത്തെ സെറ്റ് ബോക്സിന്റെ വർക്കുമായിട്ട് വന്നത് നമ്മുടെ ഏരിയയിൽ തന്നെയുള്ള അസ്ലമിക്കായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയാണ്. ബിരിയാണിയുടെ ലെവലുണ്ട്. ആ റൈസിന്റെ ഒക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ മുല്ലപ്പൂ ഇതളാണൊക്കെ വിട്ട് കിടക്കുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചില്ലേ. ഞാൻ താജിഖാന്റെ കൂടെ പണിക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പൊ താജിഖയുടെ ബിരിയാണി കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നമ്മൾ അറിയാത്ത ഒത്തിരി പണ്ടാരിമാരുണ്ടെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ്. താജിഖ ഒരു സംഭവം തന്നെയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു ദിവസം കൊണ്ട് നിന്നപ്പോൾ മനസ്സിലായി. ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദമ്മൊക്കെ പൊട്ടിക്കുന്ന ആ സമയത്തുള്ള മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ. ഞാൻ മസാലയുടെ ഒക്കെ കിടപ്പൊക്കെ കണ്ട ചിക്കനൊക്കെ പൊരിച്ച് വെച്ച് അപ്പോൾ ബിരിയാണി പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ വെച്ചുണ്ടാക്കിയ ബട്ടർ ചിക്കൻ തിന്നാണ്. ഞാനിന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയ. അപ്പം ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ബിരിയാണി പണിക്ക് വേണ്ടി ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വെച്ചുണ്ടാക്കിയ ബട്ടർ ചിക്കൻ തിന്നാണ്. എന്താ ടേസ്റ്റ്. മുഹബത്തിൻ്റെ ബട്ടർ ചിക്കൻ്റെ മുഹബത്ത് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. സൈഡിൽ മുഹബത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇച്ചിരി ടയർഡാണ്. അപ്പോൾ ഞാനിന്ന് പണിക്ക് പോയിട്ട് കൊണ്ടുവന്ന ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി? ഒന്നും പറയില്ല. പോളി ബിരിയാണി, ചിക്കൻ ബിരിയാണി. ചിക്കൻ നല്ല മുറ്റാവും. നല്ല ഫ്രൈ ചെയ്ത് അടിപൊളിയായിരിക്കും. ഞാൻ കിടക്കുമായിരുന്നു. പണിക്ക് പോയിട്ട് വന്നിട്ട് വയ്യായിരുന്നു. ഇപ്പോഴേ എണീറ്റ് റെഡിയായി ചോറൊക്കെ തിന്നിട്ട് ഇനി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാണ്. അതാണ് കഴിച്ചത് അല്ലേ? അത് കാരണം രാത്രി ബിരിയാണി കഴിക്കും. ഉച്ചക്ക് ചേച്ചാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്തിട്ടായിരുന്നു കിടക്കുമായിരുന്നു. ഇപ്പം എണീറ്റ് റെഡി ചെയ്താ ബിരിയാണി. അപ്പോൾ പണ്ടാരിനെ കുറിച്ച് രണ്ട് വാക്ക്
ഇവിടെ പറയാനായിട്ട് ഷിയ എന്നെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരനെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പുള്ളി നല്ല കൈപ്പുണ്യമുള്ള പുള്ളിയാണ്. എന്തോ സാധിക്കാം മസാലയൊക്കെ അടിപൊളി. അരിയുടെ വേവ് എന്നൊക്കെ പറയുമ്പോ കറക്റ്റ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, കറക്റ്റ്. ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ താഴ്ത്തു കൊടുത്തേക്കാം. വല്ല ആവശ്യമാ വല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി സ്ഥലത്ത് വന്ന് ചെയ്തു തരുന്നതായിരിക്കും. എല്ലാത്തരം ബിരിയാണി സ്വീകരിക്കുന്നതായിരിക്കും. എല്ലാ ബിരിയാണിയും കിടുക്കനായിട്ടുണ്ടാകും. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അതിന്റെ ഫുൾ വീഡിയോ ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം വലിച്ചു കിട്ടുന്നൊന്നുമില്ല. ഇതേപോലുള്ള നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഷെയറിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക, നല്ല അടിപൊളി കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.